അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ കാല് മുട്ടിന് താഴെ പഴുത്ത് നീര് വന്ന് വീർത്ത് പൊട്ടി. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു കാല് കീറണം, പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആകപ്പാടെ പേടിച്ചു പോയി. അപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എന്നെ അവിടെ ഇരുത്തിയിരിക്കും. അപ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5 പ്രാവശ്യം ഞാൻ ചൊല്ലി ഇരിക്കുവാണ്. അപ്പം ഞാൻ പറയുകയാണ്, അമ്മ മാതാവേ എൻ്റെ കൂട്ടത്തിൽ വന്നിരിക്കണേ, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടറാണ്, ആ ഡോക്ടറിൻ്റെ പേര് മുഹമ്മദ് മുനീർ എന്നാണ്. ആ ഡോക്ടർ പെട്ടെന്ന് തന്നെ എന്നെ വിളിക്കുകയും ഉടനെ തന്നെ എന്നാണ് ഈ ഇഞ്ചക്ഷനുള്ള മരവിക്കാനുള്ള ഇഞ്ചക്ഷനുള്ള മരുന്നെടുത്ത്. അപ്പോൾ ഞാൻ യേശുവേന്നിങ്ങനെ വിളിച്ചു പോയി. അപ്പോൾ ആ മുസ്ലിം ഡോക്ടർ എന്നോട് പറയുകയാണ്, ഡയറക്റ്റായിട്ടാണോ ഈശോനെ വിളിക്കണമെന്ന് ചോദിച്ച്. മാതാവൊന്നും ഇല്ലേന്ന് ചോദിച്ച്. എന്നിട്ട് പറയുകയാണ്, കൃപാസനത്തിൽ പോകാറുണ്ടോ? ഇപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ ആ മുസ്ലിം ഡോക്ടറിന് വരെ നല്ല വിശ്വാസമാണ് നമ്മുടെ അമ്മ മാതാവിനോട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടക്കുകയും പെട്ടെന്ന് തന്നെ എന്നെ വീട്ടിലേക്ക് വിടുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഇത് ഉണങ്ങത്തൊന്നുമില്ല, ഇത് കുറേ താമസം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ വിശ്വസിച്ചില്ല. അപ്പം തന്നെ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും പൊട്ടി ഇങ്ങനെ പൊളന്നിരിക്കുവാണ്. അപ്പം മാംസം ഇങ്ങനെ തള്ളി നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ആ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഇങ്ങനെ ചുറ്റിനും പുരട്ടിക്കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ചുറ്റിനും പുരട്ടിക്കൊണ്ട് ഞാനിരുന്നു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മാംസം വന്നിങ്ങനെ മൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വാസമായി. അപ്പോൾ ഞാൻ പിന്നെയും ആ ഉടമ്പടി തൈലവും എല്ലാം പുരട്ടി ഉപ്പ് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടി ഞാൻ അങ്ങ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിയണ മുന്നേ ആയിട്ട് അത് വാടാൻ തുടങ്ങി. പിന്നെ ഞാനത് പിന്നെ പുരട്ടി അത് വാടി കരിഞ്ഞ് ഉണങ്ങി മാംസമെല്ലാം വന്ന് മൂടി എനിക്ക് നടക്കാൻ പറ്റാവുന്ന രീതിയിലായി. അപ്പോൾ ഞാൻ ഹസ്ബൻഡുമായിട്ട് വന്നിട്ട് ഇവിടെ വന്ന് എൻ്റെ മാതാവിന് 1000 കോടി വന്ന് നന്ദി പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഇത് വാടത്തില്ല, ഇത് പൊറുക്കത്തില്ല എന്നൊക്കെ. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു എല്ലാം പുറത്ത് അമ്മ മാതാവേ 1000 നന്ദി പറഞ്ഞു, ഇവിടെ നന്ദി പറഞ്ഞു. ഞാൻ അടുത്തതായിട്ട് എനിക്ക് ചുമയായിരുന്നു. ഭയങ്കര ചുമയെന്ന് വെച്ചാൽ ചുമച്ച് ഛർദ്ദിച്ചു പോകും ഞാൻ. അത്രയ്ക്ക് ചുമയായിരുന്നു. ചുമ വന്ന് വരികയാണെങ്കിൽ ഛർദ്ദിച്ച അവശയായി ഈ നെറുകയിൽ ഒരു കാപ്പിപ്പൊടി കളറുള്ള സാധനം എൻ്റെ വായ്ക്കകത്തൂടെ വരും. അത്രയ്ക്ക് ചുമയായിരുന്നു. എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റത്തില്ല, ഒരു സാധനവും കഴിക്കാനും തണുത്തതോ അങ്ങനെ സാധനങ്ങളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഉടമ്പടി തൈലവും തേനും ഉപ്പും എല്ലാം ഞാൻ കഴിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എനിക്ക് ചുമ മാറി പൂർണ്ണ സൗഖ്യം കിട്ടി. അതിന് 1000 എൻ്റെ അമ്മമാർ നന്ദി പറയുന്നു. പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ മകൾ SLCക്ക് പഠിക്കുകയായിരുന്നു. അവൾ മോഡൽ എക്സാമിന് 2 വിഷയത്തിന് അവൾ തോറ്റുപോയതാണ്. കണക്കിനും തോറ്റുപോയി, ഫിസിക്സിനും തോറ്റുപോയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. ദൈവമേ ഞാൻ എന്നാ ചെയ്യും എന്നും പറഞ്ഞ് ഞാൻ വിഷമിക്കുകയാണ്. അപ്പോൾ ഇവൾക്ക് പരീക്ഷയ്ക്ക് പോകേണ്ട സമയത്ത് ഞാൻ അവളെ വിളിച്ചിട്ട്, മകളെ ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, നീ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ. അവളെല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ തേനും ഉപയോഗിച്ച് അവളുടെ വായിക്ക തേനും ഉപയോഗിച്ച് ഞാൻ കൊടുത്തു വിടുമായിരുന്നു. അവൾ പോയി കഴിയുമ്പോൾ ഞാനും കൈവിരിച്ച് പിടിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന നീലത്തിരിയും പച്ചത്തിരിയും കൂടെ കത്തിച്ച് വെച്ച് 2 കൈയും വിരിച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ ആകപ്പാടെ അത്ഭുതപ്പെട്ടു പോയി. അവൾക്ക് ഫുൾ A+, എല്ലാ വിഷയത്തിനും നല്ല മാർക്ക്, ഫുൾ A+ കിട്ടി. അങ്ങനെ അവൾ ഉടനെ തന്നെ അമ്മ മാതാവിലേക്ക് ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ഞാനും അതുപോലെ നന്ദി പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് +1നും അവൾക്ക് കണക്ക് തോറ്റുപോയി. കണക്കിന് തോറ്റപ്പോൾ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവളെന്നോട് അമ്മ ഞാൻ തോറ്റുപോകും അമ്മേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല നീ തോക്കത്തില്ല, ഞാൻ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട് മകളെ, നീ തോക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് 80-ൽ കൂടുതൽ ശതമാനത്തോളം മാർക്കോടെ അവൾ പാസ്സായി. അത് അമ്മ മാതാവിന് തിരുക്കുമാരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അവൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ മാസപ്പതിവ് ഉണ്ടാകത്തില്ലായിരുന്നു. മാസപ്പതിവ് 6 മാസം എനിക്ക് ഇങ്ങനെ ഉണ്ടാകാതിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ചൊറിച്ചിലുമായിരുന്നു, ഭയങ്കര ദേഷ്യം, അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നു പോയി. അപ്പം ഞാൻ കൃപാസന അമ്മയുടെ കാശ് രൂപം എൻ്റെ അടിവയറ്റിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് അമ്മ മാതാവ് എനിക്ക് നാളെ തന്നെ എനിക്ക് ഇത് മാസപ്പതിവ് വന്നേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ മെയ് 7-ാം തീയതി, അതായത് നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റ് 7-ാം തീയതി, ആ സമയത്ത് തന്നെ എനിക്ക് മാസപ്പതിവ് ഉണ്ടാവുകയും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് അത് കറക്റ്റായിട്ട്
മുന്നോട്ട് പോയി. ഞാൻ തേനും ഉപയോഗിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവായിരുന്നു. എനിക്ക് അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ ഇങ്ങനെ എഴുന്നള്ളിച്ചുള്ള രൂപം എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ പറയും, അമ്മ മാതാവെ, എനിക്ക് അമ്മ മാതാവിനെ എൻ്റെ വീട്ടിലൊന്ന് കൊണ്ടുപോകണം, അതിനെനിക്ക് പൈസ തന്നെ, എന്നാലേ എനിക്ക് മേടിക്കാം. 600 രൂപയാണ് എനിക്കത് മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോൾ എനിക്ക് എങ്ങനെയോ ആരെങ്കിലും കൊണ്ട് തന്ന് പൈസ. അപ്പം ഞാനിങ്ങനെ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് പറയുക, എടി നിനക്ക് ഞാൻ പൈസ തന്നില്ലേ, നീ പോയി എന്നെ മേടിക്കുന്നില്ലേ? ഞാൻ ആ നിമിഷം തന്നെ ഓടി വന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്മ മാതാവിൻ്റെക്ക് വന്നിട്ട് അമ്മ മാതാവിൻ്റെ രൂപം മേടിച്ചുകൊണ്ട് പോയി. ഞാൻ എൻ്റെ മക്കളെ വിളിച്ച് ഗേറ്റിൻ്റെ അവിടെ ഒന്ന് രണ്ട് വശത്തും പച്ചത്തിരി നീലത്തിരി അവരെ കൊണ്ട് കത്തിച്ച് പിടിപ്പിച്ച് ഞാൻ അമ്മ മാതാവിൻ്റെ ആവേ മരിയ പാട്ടുപാടി ഞാൻ അമ്മ മാതാവിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പ്രതിഷ്ഠിക്കേണ്ടായി. അന്ന് തൊട്ട് ഒരു കുഴപ്പവുമില്ല, ഞങ്ങൾ പട്ടിണിയില്ലാണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വെച്ചാൽ പിന്നെ എൻ്റെ മകൾക്കായാലും ഇങ്ങനെ ചൊറിച്ചുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ഈ തേനും ഉപ്പും കൂടെ കൊടുത്ത് അത് മാറുകയും പിന്നെ സമാധാനം കിട്ടുകയും ചെയ്തു. പിന്നെ പത്രങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോകും. അമ്മമാർ ആരോരുമില്ലാത്ത അമ്മമാർക്ക് ഞാൻ എന്തെങ്കിലും പൈസ കൊടുക്കുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് മറ്റുള്ളവർ എന്നെ കൊണ്ടാവുന്ന പോലെ ഞാൻ മറ്റുള്ളവരെ ഞാൻ സഹായിക്കും. അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയോ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാ തിരുക്കുമാരന് 1000 കോടിക്കോടി നന്ദി പറയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കർത്താവെ, മരുന്നോ ലേപനമോ അല്ല ഇവരെ സുഖപ്പെടുത്തിയത്, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ്. പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞങ്ങൾ സൗഖ്യം